സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട വാർത്തകളെ പറ്റിയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ചത്താ പച്ച എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം മമ്മൂക്കയ്ക്കെതിരെ വലിയൊരു നെഗറ്റീവ് ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്നുണ്ട്. മമ്മൂക്ക ചത്താ പച്ച എന്ന് പറയുന്ന സിനിമയിൽ ക്യാമിയോ റോളിൽ വന്നിട്ട് കോമാളിയായിട്ട് മാറി, അല്ലെങ്കിൽ മമ്മൂട്ടി ഒരുമാതിരി വൃത്തികെട്ട കഥാപാത്രങ്ങൾ ചെയ്തു, മമ്മൂട്ടി എന്ന് പറയുന്നൊരു യുഗം അവസാനിച്ചു, അയാൾക്ക് വയ്യ, അയാൾ ടയേർഡാണ്, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള മെഴുകലുകളുമായിട്ട് പല ആളുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാഡ്സ്റ്റൺ അങ്ങനത്തെയാണ് അവൻ്റെ ഒരു പേര്, അവൻ്റെ പേജിൽ ഞാനത് ഓർക്കുന്നില്ല. അവൻ പറഞ്ഞൊരു കാര്യം, ഈ നായയ്ക്ക് കുറച്ച് വെള്ളം വല്ലതും എടുത്ത് കൊടുക്കുക, ടയേർഡാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്കയെ കളിയാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. അപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലെല്ലാം ആ ഒരു പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നു. മമ്മൂക്കയെ ആരാധിക്കുന്ന, മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നു. അപ്പോൾ ഈ ഒരു മകൻ അവൻ ക്രിസംഗിയാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ടവനാണെന്നോ അല്ലെങ്കിൽ ചാണകം മെഴുകികളുടെ മകനാണെന്നോ അല്ലെങ്കിൽ പിതാക്കന്മാരില്ലാതെ ജനിച്ചു പോയ ആണെന്നോ ഒന്നും ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. നിങ്ങൾക്ക് ഊഹിക്കാം. ഓക്കെ, അവൻ അങ്ങനെ ഒരു വിഭാഗത്തിൽപ്പെട്ടവനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവൻ കടുത്ത വിരോധിയാണ്. അതായത് മമ്മൂക്ക വിരോധിയാണ്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ വിരോധമുള്ളവനാണ്. അപ്പം മോഹൻലാൽ എന്ന് പറയുന്നൊരു വ്യക്തി ചെയ്യുന്നതെല്ലാം നല്ലതാണെന്നും മമ്മൂക്ക ചെയ്യുന്നതെല്ലാം മോശമാണെന്നും പറയാൻ വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്ന ഒരു അടിമ. ആ ഒരു അടിമ പറയുന്നതിനെ ആ രീതിയിൽ എടുത്താൽ മതി. വലിയ മുഖവിലയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു അടിമ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മമ്മൂക്കയുടെ ചത്താ പച്ച എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ക്യാമിയോ റോളിൽ വന്നതിന് ശേഷം പിന്നീട് മമ്മൂക്കയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഇമേജുകളെല്ലാം തകരുന്ന രീതിയിലാണ് പലരും പല കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ മമ്മൂക്ക ശരിക്കും ആ ഒരു പടത്തിൽ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് മമ്മൂക്കയെ മമ്മൂക്കയായിട്ട് കാണുകയാണെങ്കിൽ, അല്ലെ ഒരു കഥാപാത്രത്തിനെ മമ്മൂട്ടി എന്നുള്ള രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാം. അത് ഫാൻസ് ആയിട്ടുള്ള എല്ലാവരോടും ഞാൻ പറയണം, ഞാനടക്കമുള്ള ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ട് തോന്നാം. കാരണം മമ്മൂട്ടി ആയിട്ട് ആ രീതിയിൽ നമ്മൾ ആ ചിത്രത്തിനെ കാണുകയാണെങ്കിൽ, മമ്മൂട്ടിയെ സങ്കല്പിച്ചുകൊണ്ട്, അതായത് എന്താണോ മമ്മൂക്ക ആ രീതിയിൽ സങ്കല്പിച്ചുകൊണ്ട് കാണുവാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നാം. എന്നാൽ ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് കൊച്ചിയിലെ ഒരു ഗ്യാങ് ആണ്. ഓക്കെ, ആ ഗ്യാങ്ങിൽ ഉൾപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹെഡാണ് ഈ വോൾട്ടർ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ വോൾട്ടറിന്റെ പിള്ളേരെ തൊടുന്നോടെ എന്ന് ഈ സിനിമയിൽ ഉടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും പല സിറ്റുവേഷൻസിലും പറയുന്നുണ്ടെങ്കിലും ആ വോൾട്ടർ ആരാണെന്ന് പിന്നീടാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിക്കുമ്പോൾ ആ വോൾട്ടർ വന്നിട്ട് എൻ്റെ പിള്ളേരെ എന്തിനാണ് തൊടുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ, എന്തിനാണ് എൻ്റെ പിള്ളേരെ തൊടുന്നത് എന്നുള്ള രീതിയിൽ മമ്മൂക്ക വന്ന് പ്രസന്റ് ചെയ്യുമ്പോൾ, അതിനെ ആ രീതിയിലല്ല വേറെ രീതിയിലുള്ള മമ്മൂക്ക പ്രസന്റ് ചെയ്യുന്നത്. അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ അത് പഞ്ചില്ലാതെ ആയിപ്പോയി, അല്ലെ മമ്മൂക്ക ഇങ്ങനെയായിപ്പോയി എന്ന് പറയുമ്പോൾ അതിനെ ശരിക്കും ഒരു കൊച്ചിയിലെ ഗ്യാങ്സ്റ്റർ എന്നുള്ള രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് വേണമെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ തോന്നാം. പക്ഷെ നമ്മൾ ഇത്രയും നാളും കണ്ടിട്ടുള്ള മമ്മൂക്ക എന്നുള്ള രീതി കാണുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. അത് ആരുടെയും തെറ്റല്ല, നമ്മൾ അങ്ങനെ കണ്ടുപോയി, മമ്മൂക്ക ചെയ്യുന്നതെല്ലാം അങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടുപോയതിൻ്റെ തെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തു, ആ ലെവലിലേക്ക് വന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ വിഷയങ്ങളിൽ മമ്മൂക്ക ഇപ്പോൾ പ്രതികരണമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മമ്മൂക്കയ്ക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അതിനെല്ലാം മമ്മൂക്ക ഇപ്പോൾ ഒരു മറുപടിയുമായിട്ട് വന്നിട്ടുണ്ട്. മമ്മൂക്ക എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: വോൾട്ടർ സംസാരിക്കുന്നത് പഴയ കൊച്ചി ഭാഷ. ഈ പിള്ളേര് പറഞ്ഞത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് അതിലെന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മിസ്റ്റേക്ക് അല്ല, അല്ലെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല, അത് ഇവന്മാരുടെ കുഴപ്പമാണെന്നുള്ള രീതിയിലാണ് മമ്മൂക്ക പറയുന്നത്. ഒരു കോമഡി എന്നുള്ള ആ രീതിയിൽ തന്നെ മമ്മൂക്ക പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഇതൊന്നും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. എന്നാലും ഞാൻ ആ വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മളിനിയിപ്പോ ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മുമ്പിൽ പോയി മോശമാകലോ ആയിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കയ്യിൽ നിന്നൊന്നും കൊള്ളുകയില്ല, അതിന് മാത്രമൊന്നും കിട്ടുന്നുമില്ല സിനിമ എന്നത് വേറെ കാര്യം. അപ്പൊ ഇവര് പറഞ്ഞു ചെയ്തു, അതെന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഇങ്ങനെയുണ്ട് ഇവര്. അത് ഇപ്പൊ കൊച്ചിയിലുള്ള ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത്, കുറെ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പൊ ചിലപ്പോ ഇപ്പോഴത്തെ പിള്ളേർക്ക് ചിലപ്പോ ഇത്തിരി കണക്ഷൻ പോയെന്ന് വരാം, പക്ഷെ അത് അങ്ങനെ കണ്ടാൽ കണക്ട് ആവും. കണ്ടില്ലേ മമ്മൂക്ക പറയുന്നത്? നിങ്ങൾ പഴയ കൊച്ചി ഭാഷ ആ രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണക്റ്റ് ആവും. നോർമലി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് കണക്റ്റ് ആവണമെന്നില്ല. ഞാൻ എൻ്റെ രീതിയിൽ അത് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അത് അവർക്ക് പറ്റുമോ എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അവർ പറഞ്ഞതുപോലെ ചെയ്തത്. എനിക്കും ശരിക്കും ഈ ഒരു കാര്യത്തിൽ മമ്മൂക്കയുടെ ആ ഒരു അഭിനയവും ആ ഒരു സ്ലാങ്ങും തമ്മിലുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കും തോന്നിയുള്ളൂ. അതായത് മമ്മൂക്കയുടെ എൻട്രി എന്ന് പറയുമ്പോൾ മാസ്മരികം, അല്ലെങ്കിൽ നമുക്ക് വികാരം ഇങ്ങനെ കയറി വരുന്ന, നമ്മുടെയൊക്കെ ചോര തിളയ്ക്കുന്ന രീതിയിലുള്ള എൻട്രിയാണ്. ആ എൻട്രിയിൽ
ആ പ്രസന്റേഷൻ ഒരു വലിയ ഗുണ്ട വന്നിട്ട് ഞാൻ ഗുണ്ടയാടാ എന്ന് പറയുന്ന രീതിയിലേക്ക് ആയിപ്പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് അദ്ദേഹത്തിന്റെ അഭിനയത്തിലൊന്നും ഒരു കുറവും വന്നില്ല. അഭിനയം നല്ല കിടിലമായിട്ടുണ്ട്. പക്ഷേ മമ്മൂക്ക ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഡബ്ബിംഗ് ടൈമിൽ അദ്ദേഹത്തിന്റെ അടുത്ത് അവർ പറഞ്ഞത് എന്താണോ ആ രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുകയുണ്ടായി. അതായത് മമ്മൂക്ക ആ സിനിമ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ച് പണത്തിന് വേണ്ടി ഓടിച്ചെന്ന് ചെയ്തൊരു സീനൊന്നുമല്ല. മമ്മൂക്കയെ അങ്ങേയറ്റം ആരാധിക്കുന്ന നമ്മളെപ്പോലെയുള്ള കുറച്ച് ആരാധകന്മാർ മമ്മൂക്കയെ വിളിച്ചിട്ട്, അതായത് അർജുൻ അശോകൻ അടങ്ങുന്ന ആ സിനിമയിലെ എൻ്റയർ ടീം വിളിച്ചിട്ട് മമ്മൂക്ക ഈ ഒരു പടത്തിൽ വന്നൊരു റോൾ ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ട് മമ്മൂക്ക ചെയ്തതാണ്. അത് വലിയ പ്രതിഫലം വാങ്ങിയിട്ടൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. എങ്ങനെയാണെങ്കിലും മമ്മൂക്ക അവർ പറഞ്ഞ രീതിയിൽ ചെയ്തു. അവർക്ക് എന്താണോ വേണ്ടത് ആ രീതിയിൽ തന്നെ മമ്മൂക്ക ചെയ്തു. അപ്പോൾ അതിൽ പൂർണ്ണ ഉത്തരവാദിത്തം ആ സിനിമയുടെ ആളുകൾക്കാണ് എന്നുള്ളതിൽ മമ്മൂക്ക അത് എടുത്തു പറയുന്നുണ്ട്. അതിൽ നമുക്ക് വേറൊന്നും പറയാനില്ല. കാരണം അത് തന്നെയായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ മമ്മൂക്ക എന്തുകൊണ്ടാണ് ആ കഥാപാത്രത്തിനെ നിങ്ങൾക്ക് കണക്ട് ആകാതെ പോയത്, അല്ലെങ്കിൽ വോൾട്ടർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുന്നുണ്ട്. അതിന് മമ്മൂക്ക എന്താ പറയുന്നത് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. വോൾട്ടർ എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ മനസ്സിലാക്കിയത്, ഇയാള് ഈ കുട്ടികളുടെ ചെറുപ്പത്തിലെ ഹീറോയാണ്. ഇടയ്ക്കാലത്ത് അയാൾ നാട് വിട്ടുപോയി. കൊച്ചിക്കാരാണ് എല്ലാവരും. അയാൾ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്നത് ആ കുട്ടികളെ ഒന്ന് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി തന്നെ. അത് ഇപ്പൊ കൊച്ചിയുടെ ഭാഷയിലല്ല അയാൾ സംസാരിക്കുന്നത്, കുറെ കാലം മുമ്പുള്ള കൊച്ചി ഭാഷയാണ് സംസാരിക്കുന്നത്. അപ്പൊ ചിലപ്പോ ഇപ്പോഴത്തെ പിള്ളേരിപ്പോ ഇത്തിരി കണക്ഷൻ പോയെന്ന് വരാം, പക്ഷെ അത് അങ്ങനെ കണ്ടാൽ കണക്ട് ആവും. കണ്ടില്ലേ, ഇത് കുറച്ചു മുമ്പ് ഞാൻ കാണിച്ച ആ വീഡിയോയിൽ അത് എന്താണോ പറയുന്നത് അതേപോലെ തന്നെയാണ്. അതായത് പഴയ ഒരു കൊച്ചി ഭാഷയാണ് ഈ ഒരു വോൾട്ടർ സംസാരിക്കുന്നത്. കുട്ടികളെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിക്കാൻ, അല്ലെ കുട്ടികൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വോൾട്ടർ അവിടെ എൻട്രി ആവുന്നത്, അല്ലെ ആ വോൾട്ടറിന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വോൾട്ടറിന് അന്നത്തെ ആ ഭാഷ, അതായത് കൊച്ചി ഗ്യാങ്ങിനെ പറ്റിയാണല്ലോ മെയിൻലി ഈ കഥ പറയുന്നത്. കുറേ റെസ്ലിംഗുകാരന്മാരെ പറ്റി, അല്ലെങ്കിൽ റെസ്ലിംഗ് ആരാധകന്മാരെ പറ്റി, പിന്നീട് ആ കഥകളിൽ കൂടുതലും കൊച്ചിയിലുള്ള ഒരു ടീമിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അത് ഇന്ന ഗുണ്ടാ തലവൻ അല്ലെങ്കിൽ ഗുണ്ടാ ടീമെന്നൊന്നുമല്ല, കൊച്ചിയിലൊരു ഗ്യാങ് അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അവർ ഒരു ഗുസ്തി മത്സരം കണ്ടുപിടിക്കുന്നു. അതിൽ കൂടി അവരെങ്ങനെയെങ്കിലും അതിൽ കൂടി ട്രെൻഡിങ് ആയിട്ട് വരാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവരുടെ തലമൂത്തപ്പനായിട്ടുള്ള വോൾട്ടറിന്റെ എൻട്രി വരുന്നു. ആ എൻട്രിയെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സച്ചിൻ ഗ്ലാസ്റ്റണോ അങ്ങനെ എന്താ പറയുന്ന ഒരുത്തൻ ഇട്ടിരിക്കുന്ന പോലെ ഈ നായ്ക്ക് വല്ല വെള്ളവും കൊടുക്കുന്നൊക്കെ പറയുന്നത് പോലെ പല ആളുകളും വിമർശിക്കാൻ കാരണമായതും അത് തന്നെയാണ്. എന്തായാലും മമ്മൂക്കെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് നല്ല അതൃപ്തിയുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണും. അതായത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു കലാകാരനെ നല്ല രീതിയിൽ അവർക്ക് ഉപയോഗിക്കാമായിരുന്നു. മമ്മൂക്കയുടെ ടാലന്റ് അവർക്ക് വേണ്ട രീതിയിൽ യൂസ് ചെയ്യാമായിരുന്നു. മമ്മൂക്കയെ അഴിച്ചു വിട്ടിരുന്നെങ്കിൽ, അതായത് മമ്മൂക്കയെ അങ്ങ് തുറന്നു വിട്ടിരുന്നെങ്കിൽ മമ്മൂക്ക നല്ല കിടിലമായിട്ട് ഭ്രാന്തമായിട്ട് അഭിനയിച്ച് വേറെ ലെവലിലേക്ക് എത്തിക്കേണ്ട ഒരു സിനിമ. ആ സിനിമയെ അത് വേറെ തലങ്ങളിലേക്ക് അവരുടേതായിട്ടുള്ള ചിന്താഗതികൾ, അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് അവർ ആ രീതിയിൽ ആ സിനിമ ഇറക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ വിമർശനങ്ങൾക്കെല്ലാം ഇരയാകേണ്ടി വന്നത് മമ്മൂക്കയ്ക്ക്. എന്ത് തന്നെയാണെങ്കിലും മമ്മൂക്കയ്ക്ക് ആരോടും പരാതിയില്ല, പരിഭവമില്ല. മമ്മൂക്ക ഈ കാര്യം പറയുമ്പോഴും ഒരു കൂട്ടം ആളുകൾ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാം ചെയ്ത് തെറ്റാണെങ്കിലും പയ്യന്മാരെ അങ്ങ് പഴിച്ചോണം, സ്വന്തം തെറ്റാണെന്ന് ഏറ്റെടുക്കാൻ വയ്യല്ലേ ഇക്ക എന്ന് പറഞ്ഞുകൊണ്ട്. എടാ മക്കളെ, നിന്റെയൊക്കെ മുത്തച്ഛന്റെ പ്രായമുണ്ട് ആ മനുഷ്യന്. അപ്പോൾ ആളും തരമൊക്കെ നോക്കി കളിക്കണം. സുരേഷ് ഗോപിയുടെ ഒരു ഡയലോഗ് ഉണ്ട്, അതായത് ചാരമാണെന്ന് കരുതി ചികയാൻ നിൽക്കരുത്, കനൽ കെട്ടിട്ടില്ലെങ്കിൽ ആളി കത്തുക തന്നെ ചെയ്യും. മമ്മൂക്കയുടെ ഒരുപാട് ഇനിയിപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനുമായിട്ടുള്ള സിനിമയൊക്കെ ഇനി വരാനിരിക്കുന്നു. മമ്മൂക്കയുടെ വേറെയും മറ്റ് പ്രൊജക്റ്റുകൾ ഇനി വരാനുണ്ട്. അതൊക്കെ വരുമ്പോഴും നിൻ്റെയൊക്കെ ഈ മെഴുകലും കരച്ചിലും ഒക്കെ ഞങ്ങൾക്കൊന്ന് കാണണം. ആ മനുഷ്യൻ തേച്ചാൽ ഇനിയും മിനുങ്ങുമെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിനെ അല്ല, അദ്ദേഹത്തിൻ്റെ അഭിനയത്തിനെയാണ്. ഇത്രയും നാളായിട്ടും താൻ ഒരു കംപ്ലീറ്റ് ആക്ടറാണെന്ന് പറഞ്ഞുകൊണ്ട് വാദിക്കാൻ എന്തായാലും മമ്മൂക്ക പോകുന്നില്ല. ബെസ്റ്റ് ആക്ടറാണ്. ഇനിയും ഒരുപാട് വളരാനുണ്ട്. ആ വളരാനുള്ളത് ഓരോ സിനിമകളിൽ കൂടിയും അദ്ദേഹം വളർന്നുകൊണ്ടിരിക്കും. എന്തായാലും ഇതിന് മുകളിലോ ഇതിനപ്പുറത്തേക്കോ വെക്കാനായിട്ട് നിങ്ങളുടെ ഏട്ടൻ വന്നാലോ, അല്ലെ ഏട്ടൻ ഭക്തൻസ് ആര് വന്നാലോ ഒന്നും നടക്കാൻ പോകുന്നില്ല. മമ്മൂക്കയ്ക്ക് പകരം മമ്മൂക്ക മാത്രം. ഇതാണ് മലയാളത്തിൻ്റെ ഇതിഹാസം, മലയാളികളുടെ സ്വന്തം ഇതിഹാസം, മലയാള സംസ്കാരത്തിൻ്റെ ഇതിഹാസം എന്നൊക്കെ ഏത് പേരിൽ വിളിച്ചാലും അതിനെല്ലാം ഓക്കെ ആവുന്ന ആണത്തമുള്ള ഒറ്റ തന്തയ്ക്ക് പിറന്നവനാടാ മമ്മൂക്ക. ഓക്കെ ബൈ.